welcome back to my channel. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ പല പ്രാവശ്യം പല ആൾക്കാരുടെ ചാനലും എൻ്റെ ചാനലിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്, പ്രൊഡക്റ്റീവ് റുട്ടീൻ, എങ്ങനെ പ്രൊഡക്റ്റീവ് റുട്ടീൻ ബിൽഡ് ചെയ്യാം, എന്താണ് ഡെയിലി റുട്ടീൻ എങ്ങനെ ബിൽഡ് ചെയ്യാം. നമ്മൾ പല ആൾക്കാരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, പല ആൾക്കാരുടെ വീഡിയോസ് കണ്ട് നമ്മൾ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. എൻ്റെ ചാനലിൽ തന്നെ എൻ്റെ കുറേ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ഉണ്ട്. അപ്പോൾ പല ആൾക്കാരും അത് കണ്ട് ഇൻസ്പയർഡ് ആയി അതേപോലെ ഫോളോ ചെയ്യാൻ നോക്കും. ചിലത് സക്സസ് ആവും, ചില കാര്യങ്ങൾ നമ്മൾ 2 ദിവസം നമ്മളെ പുഷ് ചെയ്ത് ഫോളോ ആവും, 2 ദിവസം കഴിഞ്ഞ ശേഷം വീണ്ടും പഴയ പോലെ ആവും. ഞാനും ഇതിനു മുമ്പ് പല ആൾക്കാരുടെ വീഡിയോസ് കണ്ടിട്ട് അതേമാതിരി ഫോളോ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. 2-3 ദിവസം മാക്സിമം, അത് കഴിഞ്ഞാൽ അത് അവിടെ ഇട്ടിട്ട് ഞാൻ എൻ്റെ പണി നോക്കും. മിക്കപ്പോഴും അത് പ്രൊഡക്റ്റീവായിട്ട് വരാറില്ല. ചിലപ്പോൾ ഡെയിലി റുട്ടീൻ നമുക്ക് സെറ്റ് ആവില്ല. ചിലവർ രാവിലെ ഭയങ്കര ആക്റ്റീവായിരിക്കും, ചിലവർ രാത്രിയായിരിക്കും ആക്റ്റീവായിരിക്കുക. സോ അതെങ്ങനെയാണ് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡെയിലി റുട്ടീൻ എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, ഞാൻ രമ്യ ഹരിശങ്കർ, ഇതുപോലെയുള്ള കണ്ടൻറ്റ്സ് വീണ്ടും കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. പേഴ്സണലൈസ്ഡ് ആയിട്ട് ഒരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ചടങ്ങാണ്. ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ പല ആൾക്കാർക്കും നടക്കാനില്ല. നമ്മൾ 2 ദിവസം ചെയ്യും, വളരെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യും, 3-ാമത്തെ ദിവസം ഇതാ കിടക്കുന്നത്, നമ്മൾ ബെഡിൽ പോലും എണീക്കുന്നുണ്ടാവില്ല. മിക്കപ്പോഴും എനിക്കെങ്ങനെയാണ് സംഭവിക്കുന്നത്. സോ നമുക്കായിട്ട് എങ്ങനെയാണ് ഒരു ഐഡിയൽ റുട്ടീൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഇതിപ്പോൾ രാത്രിയാണ് എങ്കിൽ നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള റുട്ടീൻ നമുക്ക് എങ്ങനെ വേണം എന്നുള്ളത് നമുക്കൊരു ചെറിയ ഐഡിയ ഉണ്ടാവും. നമുക്ക് നാളെ എന്തൊക്കെ ചെയ്യണം. ഇപ്പോൾ എന്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും വീട്ടു ജോലി ചെയ്യുന്നവരായാലും നമുക്ക് നാളെ എന്തുണ്ടാക്കണം, രാവിലെ തൊട്ട് എണീറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, രാത്രിക്കുള്ളിൽ നാളെ വാഷ് ചെയ്യേണ്ട ദിവസമാണോ, നാളെ തുടയ്ക്കേണ്ട ദിവസമാണോ, നാളെ മറാല തട്ടേണ്ട ദിവസമാണോ എന്നുള്ളതൊക്കെ നമുക്ക് രാത്രി കിടക്കുമ്പോൾ ചെറിയൊരു ഐഡിയ ഉണ്ടാവും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. സോ എന്ത് ജോലിയായാലും, വീട്ടു ജോലിയാണെങ്കിലും ഓഫീസ് വർക്ക് ആണെങ്കിലും യൂട്യൂബ് വർക്ക് ആണെങ്കിലും എന്ത് വർക്ക് ആണെങ്കിലും തലേ ദിവസം രാത്രി കിടക്കുന്നതിന് മുന്നേ തന്നെ ഒരു ലിസ്റ്റിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ നമുക്കൊരു ചെറിയൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നാളെ എണീറ്റിട്ട് എന്നുള്ളൊരു ചെറിയൊരു ലിസ്റ്റ്. അതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ രാവിലത്തെ പല്ല് തേപ്പ് തൊട്ട് നമുക്ക് എഴുതി വയ്ക്കാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. നമുക്ക് ആ ലിസ്റ്റിൽ എഴുതാം. നമ്മുടെ യൂസ് ഓഫ് പ്ലാനർ എന്ന മാതിരി തന്നെ ഒന്നല്ലെങ്കിൽ നമുക്ക് പ്ലാനറിൽ ചെയ്യാം. പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ, പ്ലാനർ വാങ്ങുന്നത് നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്ലാനറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു പീസ് ഓഫ് പേപ്പർ അല്ലെങ്കിൽ നമ്മൾ സ്റ്റിക്കി നോട്ട്സിലോ വല്ലതും എടുത്തിട്ട് നമ്മൾ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് റഫായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് റഫായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക. സോ അതാണ് എൻ്റെ ആദ്യത്തെ പോയിന്റ്. ഒരു ചെറിയൊരു ലിസ്റ്റ് ഉണ്ടാക്കാം, മേക്ക് എ ലിസ്റ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ആ ഒരു ദിവസം ഒന്നുകൂടെ ഒന്ന് ടൈം ടേബിൾ ചെയ്ത് വയ്ക്കുക. അതായത് ചില ആൾക്കാർ രാവിലെ ആയിരിക്കും ഭയങ്കര ആക്റ്റീവ്, ചില ആൾക്കാർ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഭയങ്കര ആക്റ്റീവ്, ചില ആൾക്കാർ രാത്രി ആയിരിക്കും ഭയങ്കര ആക്റ്റീവ്. ഞാൻ മിക്കപ്പോഴും രാവിലെയൊക്കെ കുറച്ച് മൂടിയായിരിക്കും, ഞാൻ ഒരു ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഞാൻ കുറച്ച് ആക്റ്റീവായിട്ട് വരിക. സോ അപ്പം എപ്പോഴാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള സമയം, എപ്പോഴാണ് കൂടുതൽ പണി ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ആണ്, ഞാനൊരു 4 മണിക്ക് ശേഷമാണ് ഞാൻ ഭയങ്കര ആവുന്നത്. അതേസമയം എൻ്റെ അമ്മ രാവിലെയാണ് ഭയങ്കര ആക്റ്റീവ് ആകുന്നത് കേട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ആക്റ്റീവായിരിക്കും, വൈകുന്നേരം ആയാൽ ക്ഷീണിച്ച് അവശയായിട്ടിരിക്കുകയായിരിക്കും. വളരെ വളരെ ഈസി ജോബ്സൊക്കെ ചെയ്യുള്ളൂ. ഞാൻ രാത്രിയാണ് നല്ല ഹെവി വർക്ക്സൊക്കെ ചെയ്യുന്നത്. ഇതേപോലെ ഷൂട്ടിംഗ് മിക്ക സമയത്തും രാത്രിയായിരിക്കും ഞാൻ ഷൂട്ട് ചെയ്യുന്നതും എൻ്റെ എഡിറ്റിംഗ് വർക്കും ഒക്കെ രാത്രിയായിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടാവുക. രാവിലെ ചെറിയ ചെറിയ പണികളൊക്കെ ആയിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടാവുക. സോ നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾ ആക്റ്റീവായിരിക്കുന്നത് എന്നുള്ളത് ആദ്യം നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ
രാവിലെ എണീക്കുന്നവരാണെങ്കിൽ, രാവിലെ അത്ര ആക്റ്റീവ് അല്ലെങ്കിൽ രാവിലെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ പണികൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതാം. അല്ല രാവിലെ ആക്റ്റീവ് ഉള്ളവരാണെങ്കിൽ മെജോറിറ്റി ആയിട്ടുള്ള മെയിൻ ടാസ്കുകളെല്ലാം നമ്മൾ രാവിലെ തന്നെ ചെയ്ത് കഴിയുന്ന മാതിരിയുള്ള കാര്യങ്ങൾ ചെയ്ത് വയ്ക്കുക. അല്ല ഉച്ചയ്ക്ക് ശേഷമാണോ അല്ലെങ്കിൽ വൈകുന്നേരമാണോ നമ്മൾ ആക്റ്റീവ് ആകുന്നതെങ്കിൽ രാവിലെ ചെറിയ ചെറിയ വർക്ക് ചെയ്തിട്ട് വൈകുന്നേരത്തേക്കുള്ള ആ ഒരു ഹെവി വർക്ക് നമ്മൾ വൈകുന്നേരത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ പോയിന്റ്, സ്ട്രക്ചർ യുവർ ഡേ എന്നുള്ളത്. സോ നമുക്ക് ഇന്നൊരു ദിവസം ഇങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതിയും വെക്കാം ഇന്നതൊക്കെ ചെയ്യണം എന്നുള്ളത്. തേർഡ് ടൈം, മൂന്നാമത്തെ പോയിന്റ് ടൈം ബ്ലോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യത്തെ പോയിന്റിൽ നമ്മൾ റഫായിട്ടൊരു ലിസ്റ്റ് ഇട്ടു എന്തൊക്കെ ചെയ്യണം നാളേക്ക് എന്നുള്ളത്. രണ്ടാമത്തത് നമ്മളൊന്ന് സ്ട്രക്ചർ ചെയ്തിട്ടു, രാവിലെ എന്തൊക്കെ ചെയ്യണം, ഉച്ചയ്ക്ക് എന്തൊക്കെ ചെയ്യണം, വൈകുന്നേരം എന്തൊക്കെ ചെയ്യണം, നമ്മൾ എപ്പോഴാണ് ആക്റ്റീവായിരിക്കുന്നത്, എപ്പോഴാണ് നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ മേജർ വർക്ക് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കി. മൂന്നാമത്തെ പോയിന്റിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൈം ബ്ലോക്ക് ചെയ്ത് വെക്കണം. അതായത് ഇപ്പോൾ രാവിലെ എണീക്കുന്നത് തൊട്ട് രാത്രി കിടക്കുന്ന വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ടൈം ടു ടൈം എഴുതുക. ഇപ്പോൾ രാവിലെ ഒരു 6:30 എണീക്കുന്നവരാണെങ്കിൽ രാവിലെ 6:30 to 7:30 എന്ത് ചെയ്യും, പല്ല് തേപ്പാണോ കുളിക്കുകയാണോ അത് എഴുതി വയ്ക്കുക. 6:30 to 7:30 കുളിക്കുക, 7:30 to 8:30 ഇന്ന പണി, 8:30 to 9:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, 10 മണി തൊട്ട് 1 മണി വരെ വീഡിയോ എഡിറ്റിംഗ് വർക്കോ ഷൂട്ടിംഗ് വർക്കോ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ല വേറെ വല്ല വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഓഫീസ് വർക്ക് ആണെങ്കിൽ ഓഫീസ് വർക്ക് ചെയ്യാം. അങ്ങനെ എന്ത് വർക്കാണോ അങ്ങനെ ടൈം ബ്ലോക്ക് ചെയ്ത് വയ്ക്കുക. 6:30 ഇന്ന സമയം, 7:30 ഇന്ന സമയം. അത് ഡിന്നർ വരെ നമുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് 10-15 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ഐഡിയ ഉണ്ട് ഇന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം, ഇന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് ചെറിയൊരു ലിസ്റ്റ് ആ ലിസ്റ്റ് ഇട്ടതും നമ്മൾ ഫസ്റ്റ് ലിസ്റ്റ് ഇട്ടതും ഈ ടൈം ബ്ലോക്കും നമ്മൾ മാനേജ് ചെയ്ത് ആ ഒരു സെറ്റ് ടൈമിംഗ് കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, നാലാമത്തെ പോയിന്റ് നമ്മൾ ഫ്ലെക്സിബിലിറ്റിക്കുള്ള സമയം കൂടെ കാണണം കേട്ടോ. നമ്മൾ ഒരു റുട്ടീൻ സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും അതേപോലെ പക്ക നടക്കണം എന്നില്ല. ചില ദിവസം നമുക്ക് ചിലപ്പോൾ പുറത്തു കൊണ്ട ദിവസമായിരിക്കും, ചില സമയത്ത് നമുക്ക് ഡോക്ടർ അപ്പോയിൻമെൻറ്റ് ഉണ്ടാവും, ചില സമയത്ത് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ഗസ്റ്റ് വന്നു. അപ്പോൾ ആ ഒരു സമയം നമ്മൾ എപ്പോഴും കണക്കിലാക്കണം. അപ്പോൾ 1-2 മണിക്കൂർ വേണമെങ്കിൽ നമുക്ക് റിലാക്സേഷൻ ടൈം കൊടുക്കാം, 1-2 മണിക്കൂർ നമുക്ക് വെറുതെ ഒന്ന് കിടക്കാൻ ഒരു എന്താ പറയുക ഒരു ക്വിക്ക് സ്ലീപ്പിനുള്ള സമയം കൊടുക്കാം. എന്തെങ്കിലും ആരെങ്കിലും ഗസ്റ്റ് വരികയാണെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ഫ്ലെക്സിബിലിറ്റീസിനുള്ള സമയം നമ്മൾ കാണണം. അതില്ലെങ്കിൽ അത് മാനേജ് ചെയ്യാനുള്ള സമയം കാണണം. അപ്പോൾ ചിലപ്പോൾ അത് ആ ഒരു റുട്ടീൻ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ചിലപ്പോൾ പിറ്റേ ദിവസം നടന്നോന്ന് വരില്ല. അതുകൊണ്ട് ഭയങ്കര ടെൻഷൻ അടിച്ചായിരിക്കും ഇന്ന് ഞാൻ പ്ലാൻ ചെയ്ത പോലെ നടന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത്. എല്ലാവരുടെ ലൈഫിലും അത് സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സിൽ നന്നായി നടന്നു കഴിഞ്ഞാൽ എല്ലാം കറക്റ്റ് പ്ലാനിൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി. ഇല്ലെങ്കിലും അത് ഈസി ആയിട്ട് എടുക്കാനും പഠിക്കണം. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് ഫൈനൽ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ റൂട്ടീൻ, നമ്മളിപ്പോൾ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ല. ആദ്യത്തെ ഫസ്റ്റ് 3 പോയിന്റിൽ നമ്മളൊരു ഐഡിയൽ റൂട്ടീൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ ഒരു റൂട്ടീനിൽ ഞാൻ 4ാമത്തെ പോയിന്റിൽ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചില ഫ്ലെക്സിബിലിറ്റീസ് ഉണ്ടാവും, ചില ഹിക്കപ്സും ചില അൺഎക്സ്പെക്റ്റഡ് കാര്യങ്ങളും ഒക്കെ നടന്നു വരും. എന്നാലും നമുക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച കറണ്ട് റൂട്ടീൻ വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയണം. അത് മിനിമം എങ്ങനെ പോയാലും നമുക്കൊരു 30 days സമയം വേണം ആ ഒരു റൂട്ടീൻ സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരാഴ്ച നമ്മളത് ഫോളോ ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് അത് ഒട്ടും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഒരു കാര്യം പോലും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ച റൂട്ടീൻ നമുക്ക് ചേരുന്ന റൂട്ടീൻ അല്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ നമ്മളതിനെ മാറ്റി നമ്മുടെ റൂട്ടീൻ ഒന്നുകൂടെ ഒന്ന് റീഷെഡ്യൂൾ ചെയ്ത് അതിനനുസരിച്ചാക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ഉറങ്ങുന്ന സമയം മാറ്റുക. എന്താണ് നിങ്ങൾക്ക് മാറ്റേണ്ടത് അതിനനുസരിച്ചിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. ഓക്കെ, സോ മിനിമം ഈ നമ്മളൊരു പുതിയ റുട്ടീൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ മിനിമം അതൊരു 30 days ഫോളോ ചെയ്താലേ അതൊരു നമുക്കൊരു ഹാബിറ്റായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഡെയിലി റുട്ടീനായിട്ട് പ്രൊഡക്റ്റീവായിട്ട് നമുക്കത് വരുള്ളൂ. സോ ഇതാണ് നമ്മുടെ 5 പോയിൻ്റ് നമുക്കൊരു ഐഡിയൽ പേഴ്സണലൈസ്ഡ് റുട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും മസ്റ്റായിട്ടും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനും ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.